ശേഷം സ്പേസ്ഷിപ്പിൽ ഒരു മനുഷ്യന്റെ കൈ ആ ഹോളിൽ സ്റ്റക്കാകുന്നു. അദ്ദേഹം ആ കൈ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അന്നേരം ആളുടെ കൈ അതിശക്തമായി ടൈറ്റായി. വേദന കാരണം ആൾ അലറി വിളിച്ചു. ആ സൗണ്ട് കേട്ട് ആളുടെ കൂടെയുള്ളവർ ഓടി വന്നു. അന്നേരം ആ കൈ വളരെ വിചിത്രമായി ഇടത് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അന്നേരം അയാളുടെ ടീം മെമ്പേഴ്സും എല്ലാവരും കൂടി വലിച്ചെടുക്കുന്നു. അന്നേരം അവർ തെറിച്ചു വീണു. ഹൗ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ കൂടെയുള്ളവരുടെ മുഖഭാവം അയാൾ ശ്രദ്ധിച്ചു. അന്നേരം തന്റെ കൈ നോക്കുമ്പോൾ കൈ മുറിഞ്ഞു കാണും. ഫ്രണ്ട്സ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ വേദനയുടെ ഒരംശം പോലും മുഖത്തില്ല. അങ്ങനെ അവരെല്ലാം അവന്റെ പുറകിലോട്ട് നോക്കിയപ്പോൾ അവന്റെ കൈ അവിടെ കിടക്കുന്നത് കാണുന്നു. അതിന് ജീവനുണ്ട്, അത് മൂവ് ചെയ്യുന്നു. എല്ലാവരും ഒന്ന് ഭയന്നു. അന്നേരം കൈ എട്ടുകാലിയെ പോലെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ആ റോഡ് പോയി ഒരു ഗ്ലാസിന്റെ ടാങ്ക് എടുത്തു ആ കൈയെ അടച്ചു വെക്കുന്നു. അവരെ ഞെട്ടിക്കുന്ന ഒന്നാണ് പിന്നീട് സംഭവിച്ചത്. ആ കൈ എന്തോ എഴുതുന്നു. അവർ വേഗം ഒരു സ്കെച്ച് എടുത്ത് കൈക്ക് കൊടുത്തു. അന്നേരം അത് എഴുതാൻ തുടങ്ങി. ആ കൈ എഴുതിയത് അവരുടെ കൂടെയുള്ള ആളുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിരുന്നു. അന്നേരം അവരും ആ ഫ്രീസർ ഓപ്പൺ ചെയ്തു.